നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന വാട്സാപ്പ് ഉണ്ടാക്കിയവന്റെ ഭൂതകാലം എത്രത്തോളം ഭയാനകമാണെന്നറിയാമോ? ഉക്രൈനിൽ നിന്ന് അമേരിക്കയിലെത്തിയപ്പോൾ കയ്യിലൊന്നുമില്ലായിരുന്നു. വിശപ്പടക്കാൻ സർക്കാരിന്റെ സൗജന്യ ഭക്ഷണത്തിനായി വരി നിന്നവൻ. അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ മരുന്ന് വാങ്ങാൻ കാശില്ലാതെ കടകളിൽ തറ തുടച്ചും പത്രമിട്ടും ജീവിച്ച് ജാൻ കൗൺ. ആരും പഠിപ്പിക്കാനില്ലാതെ പഴയ പുസ്തകങ്ങൾ വാങ്ങി സ്വയം കോഡിംഗ് പഠിച്ചെടുത്തു. 2009 ഫേസ്ബുക്കിലും ട്വിറ്ററിലും ജോലി ചോദിച്ചു ചെന്നപ്പോൾ അവർ അയാളെ വലിച്ചെറിഞ്ഞു. സമൂഹം അതാണ്. നിങ്ങളുടെ കഴിവല്ല, ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണ് അവർ നിങ്ങളെ അളക്കുന്നത്. അവിടെ വെച്ച് കരയാനോ ആത്മഹത്യ ചെയ്യാനോ അയാൾ നിന്നില്ല. കാരണം അയാളുടേത് ആ 0.1% മൈൻഡ് സെറ്റ് ആയിരുന്നു. സിമ്പതിക്ക് വേണ്ടി അയാൾ സോഷ്യൽ മീഡിയയിൽ കരഞ്ഞില്ല. പകരം ഒരടച്ചിട്ട മുറിയിൽ അയാൾ പണിയെടുക്കാൻ തുടങ്ങി. മോട്ടിവേഷനല്ല, വിട്ടുവീഴ്ചയില്ലാത്ത അച്ചടക്കം. അവിടെയാണ് വാട്സാപ്പ് ജനിക്കുന്നത്. പരസ്യങ്ങളില്ല, മാർക്കറ്റിംഗ് ഇല്ല, വെറും ക്വാളിറ്റി മാത്രം. കാരണം തന്നെ ഒഴിവാക്കിയ സിസ്റ്റത്തിന്റെ മുഖത്തടിക്കാൻ അയാൾ തിരഞ്ഞെടുത്തത് പണിയായുധമാണ്. വർഷങ്ങൾ കഴിഞ്ഞു. വാട്സാപ്പ് ലോകം മുഴുവൻ പടർന്നു പിടിച്ചു. അന്ന് വലിച്ചെറിഞ്ഞ അതേ ഫേസ്ബുക്കിന് അയാളുടെ മുന്നിൽ വാട്സാപ്പ് വാങ്ങാൻ വരേണ്ടി വന്നു. അവർ കൊടുത്ത വില 1.5 ലക്ഷം കോടി രൂപ, $19 ബില്യൺ. ആ ഡീൽ ഒപ്പിടാൻ അയാൾ തിരഞ്ഞെടുത്ത സ്ഥലം എവിടെയാണെന്നറിയാമോ? പണ്ട് വിശന്നപ്പോൾ സൗജന്യ ഭക്ഷണത്തിനായി അയാൾ വരിനിന്ന അതേ കെട്ടിടത്തിന് മുന്നിൽ. അതാണ് യഥാർത്ഥ പ്രതികാരം. ഇനി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും കിടക്കാൻ നല്ലൊരു വീടുമുണ്ട് നിങ്ങൾക്ക്. എന്നിട്ടും എനിക്ക് സമയമില്ല, പണമില്ല എന്ന് പറഞ്ഞ് ഇനിയും നിങ്ങൾ ഒഴിവുകഴിവുകൾ പറയുകയാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഈ ലോകത്താർക്കും കഴിയില്ല. നിങ്ങൾ ആ ശരാശരി ജീവിതത്തിൽ തന്നെ കിടന്ന് മരിക്കും. ഈ 99% പരാതിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള എന്റെ The 1% മൈൻഡ് സെറ്റ് എന്ന ബുക്ക് വാങ്ങുക. ഇത് നിങ്ങളെ സുഖിപ്പിക്കാനുള്ളതല്ല, യാഥാർത്ഥ്യം കാണിച്ചു തരുന്ന ആയുധമാണ്. യാഥാർത്ഥ്യങ്ങളെ ഭയമില്ലാതെ നേരിടാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പരാതികൾ നിർത്തി പണിയെടുക്കാൻ തുടങ്ങുക. കാരണം വിജയികൾ ഒഴിവുകഴിവുകൾ പറയാറില്ല.